വെക്കേഷനൊക്കെ അല്ലേ, എല്ലാവരുടെ കയ്യിലും പഴയ ബുക്സൊക്കെ കാണും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഓർഗനൈസർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് പേജസൊക്കെ പറിച്ചെടുക്കുക. ഇനി നമുക്കൊരു കാർഡ്ബോർഡിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലൊരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് അതിനൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിന് ഇഷ്ടമുള്ള കളേഴ്സിലും പാറ്റേൺസിലും കുറച്ച് ഡിസൈൻസൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പർപ്പിൾ കളറിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് ആണ് വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസും ഡിസൈൻസൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പർ സ്ട്രോ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേപ്പർ സ്ട്രോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പേപ്പർ സ്ട്രോ പോലെ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ പണി എളുപ്പമായിരിക്കും. ഇനി നമുക്കങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടെടുക്കണം. ഇനി നമുക്ക് ആദ്യമേലിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്വിക്കൊക്കെ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടണമല്ലോ, അതുകൊണ്ടാണ്. ഫെവിക്കോളാകുമ്പോൾ നമുക്കൊരു 5 മിനിറ്റെങ്കിലും എടുക്കേണ്ടി വരും ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഓരോ പേപ്പർ റോൾസും അതിൻ്റെ മെഷർമെൻറ്റ്സിൽ കട്ട് ചെയ്തിട്ട് നമുക്കതിങ്ങനെ മുകളിലായിട്ട് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഇത് കുളമാവുമോ എന്നുള്ളത്. പക്ഷേ എന്തായാലും ഫൈനലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഇനി നമുക്കിതാ ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ കുറച്ചധികം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്താ പെർഫ്യൂംസോ കോസ്മെറ്റിക്സോ ക്രാഫ്റ്റ് ഐറ്റംസോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഒട്ടിക്ക് വയ്ക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. ബായ്.